ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VFD കംപ്ലീറ്റ് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുകയാണ്. അതായത് ഇതിനകത്ത് എന്തൊക്കെ സ്പെയർ ഉണ്ട്, എന്തൊക്കെയാണ് പാർട്സ് ഉണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി യസ്കവ V1000 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് ആക്ച്വലി ഒരു ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗവും നമ്മളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് അഴിച്ചിട്ട് ഇതിൻ്റെ ഓരോ പാർട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി ഇതൊരു ന്യൂ ഡ്രൈവാണ്, അതായത് പുതിയ പീസാണ്. അപ്പോൾ നമ്മൾ ഇതല്ല അഴിക്കുന്നത്, ഇതിൻ്റെ സെയിം മോഡലായിട്ടുള്ള നമ്മളൊരു ഓൾഡ് ഡ്രൈവാണ് നമ്മൾ അഴിക്കുന്നത്. അപ്പോൾ നേരെ ആ സ്പെയറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്പെയർ കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓരോ സ്പെയേഴ്സും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 by 1 എന്താണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ്, അതായത് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്ന സംഗതി ഇതാണ്. ഇതിനകത്ത് ഈ മെറ്റൽ പാർട്ട് കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ അതായത് ഹീറ്റ് സിങ്ക് വഴി പുറത്തോട്ട് എക്സോസ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് ഓവർ ഹീറ്റ് ആവാതെ ഡ്രൈവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് IGBT ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പേസ്റ്റാണ്, അതിലേക്ക് വരാം. പിന്നെ ഇത് അതിൻ്റെ ബോഡി നമുക്കറിയാം, ഇതിൻ്റെ കീപാഡ്, അതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് VFDയുടെ. ഓക്കെ, ഇനി ഇതാണ് പവർ മൊഡ്യൂൾ എന്ന് പറയുന്നത്. പവർ കാർഡ് എന്ന് പറയുന്നത് സംഗതി ഇതാണ്. ഇതിനകത്താണ് IGBT വരുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് IGBT. ഇത് ഒരു 5 HP വരയ്ക്കൊക്കെ അല്ലെങ്കിൽ ഒരു ലോവർ എൻഡ് കാറ്റഗറിയിലെല്ലാം ഒറ്റ മൊഡ്യൂളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇത് സിംഗിൾ മൊഡ്യൂൾ IGBT ആണ്. ഇതല്ലാതെ ഹയർ എൻഡ് സീരീസിലോട്ട് പോകുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് 6 IGBT ഉണ്ടാവും. അപ്പോൾ ആ IGBT നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഇതിനകത്ത് ഈ IGBT ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പവർ മൊഡ്യൂൾ, ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മളിവിടെയാണ് കൊടുക്കുന്നത്, ടെർമിനൽസ്. ഓക്കെ, ഇതാണ് ഇൻപുട്ട്, ഇതാണ് മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർഡാണ് പവർ മൊഡ്യൂളിൻ്റെ തന്നെ പാർട്ടാണ് ഇത്. നമുക്കറിയാം VFDയുടെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ആദ്യം ഇൻപുട്ടിലേക്ക് 3 phase AC വരുന്നു, അതിനെ ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ IGBTയിലേക്ക് കൊടുക്കുന്നു. IGBT ആണ് അതിൻ്റെ ഫ്രീക്വൻസി മോഡുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിൽറ്ററിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ കപ്പാസിറ്റർ ബാങ്കിനകത്താണ്. ഇത് പവർ മൊഡ്യൂളിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. ബിഗ്ഗർ സൈസിൽ വരുന്ന ഡ്രൈവിലെല്ലാം ഒറ്റ പാർട്ടായിട്ടാണ് ഈ പവർ മൊഡ്യൂൾ വരിക. പക്ഷേ ലോവർ എൻഡിനകത്ത് വരുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് കൺട്രോൾ കാർഡാണ്. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ കാർഡ്. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ഇൻപുട്ട്, അതായത് IO മൊഡ്യൂൾസ് വരുന്നത്. ഇതാണ് IO മൊഡ്യൂൾ. ഇത് ആക്ച്വലി ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു പാർട്ടായിട്ടാണ് വരിക. ഇത് അതിൻ്റെ അടുത്ത കണക്ടർ, അതായത് പവർ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾ കാർഡും IO കാർഡുമാണ് ഇത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും റീപ്ലേസ് ചെയ്യണമെങ്കിൽ, സപ്പോസ് ഇൻപുട്ട് മൊഡ്യൂൾ, ഈ മൊഡ്യൂൾ അതായത് IO കാർഡാണ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് മാത്രം അഴിച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പെയർ ആണ് പോയിട്ടിരിക്കുന്നതെങ്കിൽ, ഇതിനകത്ത് ട്രാൻസിസ്റ്റർ ICs അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുമാത്രം അഴിച്ചെടുത്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതും ആണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കീപാഡാണ് വരുന്നത്. കീപാഡ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ താഴെ അതിൻ്റെ ബോർഡുണ്ട്. ഇതാണ് കീപാഡിൻ്റെ ഉള്ള PCB ബോർഡ്. അപ്പോൾ ഓവറോൾ ഒരു VFD ഡ്രൈവ്, ഇത് V1000 എന്ന് പറയുന്ന യസ്കവ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്പെയർ ആണ് നമ്മൾ നോക്കിയത്. മോറോലെസ് എല്ലാ ഡ്രൈവിലും ഇത്രയും പാർട്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. ചെറിയ രീതിയിൽ അതിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലുക്ക് മാത്രമേ മാറുന്നുള്ളൂ. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് എല്ലാത്തിനും ഈ മിനിമം പാർട്ട് ഇത് നിർബന്ധമാണ്. ചില പാറ്റന്റിനനുസരിച്ചിട്ട് ചില ഡ്രൈവ് ABB ആണെങ്കിൽ അതിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മാത്രം മാറ്റം വരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും മോറോലെസ് സെയിം തന്നെയാണ് വരുന്നത്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും പുതിയ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്